ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? നമ്മളോട് സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. എല്ലാവരും സ്വന്തമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വ്ളോഗാണ്. കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിപ്പോൾ വീഡിയോസ് ഇടാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അതിനും ചില കാരണങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ അധികം രാവിലെ അല്ല കേട്ടോ, ഇതിപ്പോൾ സ്കൂളില്ലാത്തൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. 2 ദിവസം മുമ്പത്തെ വീഡിയോ ആണ് എന്ന് പറയാം. നമുക്ക് പറഞ്ഞില്ല, വീഡിയോ എടുത്ത് വെച്ചെങ്കിലും വോയിസ് കൊടുക്കാനൊന്നും പറ്റുന്നില്ല. പ്രത്യേകിച്ചും അതിനുള്ള കാരണം എന്താ വെച്ചാൽ മഴയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ വോയിസ് കൊടുക്കാനായിട്ട് പറ്റില്ല. രാത്രിയാണ് സാധാരണ ഞാൻ വോയിസ് കൊടുക്കുക. അതിപ്പോൾ മഴയായി കഴിഞ്ഞാൽ ഷീറ്റും ഇങ്ങനെ വെള്ളം വീഴുന്ന സമയത്ത് ആ ഒരു സൗണ്ട് കൊണ്ട് നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ പകലും ഈ പറഞ്ഞ പോലെ മക്കളുള്ള കാരണം കൊണ്ട് അതും ഒരു ബുദ്ധിമുട്ടാണ്. പാത്തൂസ് ഇങ്ങനെ ഒറ്റയ്ക്കാണെങ്കിൽ ഒതുങ്ങിയിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോ ഇടാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്ത് കഴിയണ വരെ മിണ്ടാണ്ടിരിക്കും. പക്ഷേ സുഡാപ്പി ഉണ്ടെങ്കിൽ നടക്കൂല കേട്ടോ, രണ്ടാളും കൂടി ഉണ്ടെങ്കിൽ നടക്കൂല. സുഡാപ്പിക്ക് കാലുമ്മ ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ആളിങ്ങനെ നടക്കുന്ന സമയത്ത് കല്ലുമ്മ തട്ടിയാന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ പന്ത് തട്ടി കളിച്ചിട്ടാണോ എന്താണെന്നറിയില്ല, പുറത്ത് പോയി വരുമ്പോഴേക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നഖം ഒന്ന് ഇളകിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാനതുകൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. അപ്പോൾ അതാണ് ഒന്നാമത്തെ വീഡിയോസ് നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇടാനും സമയവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ല, കാലുമ്മത്തേക്ക് ഉണക്കായിട്ട് വരുന്നുണ്ട്. അതിപ്പോൾ ഞാൻ നാളത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ പറയാം. അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ പുട്ടിന് പൊടിയൊക്കെ എടുത്ത് ഇങ്ങനെ നനയ്ക്കാൻ വെച്ചേക്കാം കേട്ടോ. ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത്, ക്യാമറയിൽ ഇങ്ങനെ എന്തോ ഇങ്ങനൊരു എന്താ പറയുക ഇത് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയില്ല. മുമ്പിലിങ്ങനെ എന്താ പറയുക, നമുക്കിങ്ങനെ അടുപ്പത്ത് എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ ഒരു ആവി ഇങ്ങനെ പോകില്ല, ആ ഒരു രീതിയിൽ കേട്ടോ. എന്താ സംഭവം മനസ്സിലാവണില്ല. എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുമൊക്കെ കുറച്ച് ക്ലിയർ കുറവൊക്കെ ഉണ്ട് കേട്ടോ. പറഞ്ഞില്ല, എൻ്റെ ട്രൈപോഡ് ചെറിയ ഒരെണ്ണം ഉണ്ടായിരുന്നത്, അത് മറ്റേ നമ്മളെ സെൽഫി സ്റ്റിക്കായിരുന്നു, അത് പൊട്ടിപ്പോയി. പിന്നെ ഇപ്പോൾ സാധാരണ ഒരു ഫോൺ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ബെഡ് നമ്മളിവിടെ മടക്കി വെച്ചതായിരുന്നു. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിയപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ആയപ്പോൾ പാത്തൂസിന് കളിക്കുക. അപ്പോൾ എനിക്ക് അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്തായാലും പാത്തൂസ് അവിടെ കിടന്ന് കളിച്ചോളൂ വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് അടിച്ചൊക്കെ വരി വന്നു. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയുടെ വെള്ളമൊക്കെ തിളക്കുമ്പോഴേക്കാണ് പുട്ടൊക്കെ നനച്ചെടുത്തത്. ചായയുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ പൊടിയൊക്കെ ഇട്ട് അങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. പാത്തൂസിന് ഞാനവിടെ പാവക്കുട്ടി കൊടുത്തപ്പോൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. സുഡാപ്പി കട്ടുമ്മലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ കാരണം കൊണ്ട് അവിടെ ഇരിക്കാൻ, രണ്ടാളും കൂടി ആയിക്കഴിഞ്ഞാൽ കാലിങ്ങനെ തട്ടുമോ എന്നുള്ളൊരു പേടി കേട്ടോ. അതുകൊണ്ടാണ്. സുഡാപ്പി ആണെങ്കിൽ ഒതുങ്ങിയിരിക്കുന്നില്ല, കാലം വയ്യെങ്കിലും പാത്തൂസുള്ള കാരണം കൊണ്ട് ഒതുക്കം തീരെയില്ല. രണ്ടുപേരും ഇങ്ങനെ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കാണ് പേടി, തട്ടിപ്പോവോ എന്നുള്ളത്. ആൾക്ക് ആ ഒരു പേടിയേ ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ പുട്ടും കുറ്റിയിൽ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചായയിൽ കുറച്ച് മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചായ കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ച് നേരത്തേക്ക് ഒരു സമാധാനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇരുന്നോളും. പിന്നെ രാവിലെ ചായയും ബിസ്ക്കറ്റും കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നും കൂടി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് ഒരാൾ വീഡിയോ അയച്ചു തന്നതാണ് കേട്ടോ. അത് അയച്ചു തരാൻ കാരണം എന്നെ മാത്രം ഉദ്ദേശിച്ച് അയച്ചു തന്നതാണ് കേട്ടോ, വേറെ ഒന്നല്ല. എന്നെ അറിയുന്ന ഒരാളാണ്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യമേ ഉള്ളൊരു ശീലമാണ് കേട്ടോ, ചായയുടെ കൂടെ 2 ബിസ്ക്കറ്റോ അല്ലെങ്കിൽ 2 റസ്ക് എങ്ങനെയെങ്കിലും രാവിലെ കഴിക്കണം എന്നുള്ളത്. പക്ഷെ അത് കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളത് ആളറിഞ്ഞപ്പോൾ എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുന്നുണ്ട്. ആ ഒരു ശീലം തന്നെ എൻ്റെ മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. രാവിലെ ഒരു ഗ്ലാസ് ചായ, അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ്. നമ്മൾ ചായയിൽ ഓൾറെഡി മധുരം ഇടും, അതിൻ്റെ കൂടി മധുരമുള്ളതും കൂടി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ മധുരം ചെല്ലുകയാണ്. അപ്പോൾ അത് നമുക്ക് അത്ര നല്ലതല്ല എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി സൂക്ഷിക്കുക കേട്ടോ, ശ്രദ്ധിക്കുക. അസുഖങ്ങളൊക്കെ വരാനായിട്ട് വളരെയധികം ചാൻസ് ഉള്ളതാണ് മധുരമൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാനിപ്പോൾ മക്കളെ കൊണ്ട് ഒറ്റയടിക്ക് നമുക്ക് നിർത്താൻ പറ്റില്ല, കുറച്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം രാവിലെ എണീറ്റ് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കും കേട്ടോ. പിന്നെ അത് വേഗം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചായയും ബിസ്ക്കറ്റും കഴിക്കലും ഇങ്ങോട്ട് നിന്നോളെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനത്തെ പുട്ടൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പുട്ടും കുറ്റി മാറ്റാറായിട്ടുണ്ട്, ദോശക്കല്ല് മാറ്റാറായിട്ടുണ്ട്, വെള്ളയപ്പച്ചട്ടി മാറ്റാറായിട്ടുണ്ട്. എല്ലാം കുറേ നാളായതാണ് കേട്ടോ. ഇനി ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ മേടിക്കണം ഇൻഷാ അല്ലാഹ്. അങ്ങനത്തെ പുട്ടും കുറ്റിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ആയി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കി കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടയിൽ നടക്കുന്നുണ്ട്. ഈ പുട്ടായാരണം അതവിടെ ആകുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികൾ നടക്കുമല്ലോ. അങ്ങനെ നമ്മുടെ പുട്ട് സെറ്റായിട്ടുണ്ട്. പഴം എടുത്ത് നമ്മുടെ പുട്ടുപൊടിയല്ല കേട്ടോ, സാധാരണ നമ്മുടെ അരിപ്പൊടിയാണ്, അതായത് വെള്ളയപ്പം എന്താ പറയുക പത്തിരിപ്പൊടി, അതുകൊണ്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കിയത്.
അങ്ങനെ പുട്ട് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ആൾ കൊണ്ടു തന്നതാണ്. അപ്പോൾ ആ ചിക്കൻ ഞാനൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ കഴുകിയെടുക്കാൻ പിന്നെ എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെ അതവിടെ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് കഴുകിയിട്ട് കൈയോടെ തന്നെ ഇതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല അതൊക്കെ അങ്ങോട്ട് മസാല ആക്കിയിട്ട് അവിടെ വെക്കും കേട്ടോ. പിന്നെ നമ്മൾ സബോളയൊക്കെ നരിഞ്ഞ് വരുമ്പോഴേക്കും ആ മസാല ജസ്റ്റ് അതിലേക്ക് പിടിക്കുകയും ചെയ്യും. കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ സാധാരണ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ ഞാനിവിടെ ചിക്കനൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ പാത്തൂസ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നും വിചാരിക്കും വീഡിയോ എടുക്കുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ വോയിസ് കൊടുക്കാമെന്നൊക്കെ വിചാരിക്കും. നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നെടുത്ത വീഡിയോ നമുക്ക് ഇന്ന് തന്നെ കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നാളെ ഇടാൻ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട്, അത് നീങ്ങി വളരെയധികം വൈകി പോകുന്നുണ്ട് ഇപ്പോൾ വീഡിയോസ് ഇടാനായിട്ട്. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ വോയിസ് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അതും നടക്കില്ല കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ ഇതിലത്തെ വോയിസ് മൊത്തത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുന്നത്. പ്രത്യേകിച്ചും സുഡാപ്പി ഉണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല. ടി വി വെച്ച് കഴിഞ്ഞാൽ ആ ടി വിയുടെ സൗണ്ട് മുഴുവൻ ഉണ്ടാവും അതിൽ. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ കുറച്ച് മസാലയൊക്കെ ഒന്ന് പരട്ടി അവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു സൂത്രം കൂടി കാണിച്ചു തരാം ഞാൻ. വേറെ ഒന്നല്ല കേട്ടോ, നമ്മുടെ മുല്ലയിലൊക്കെ അത്യാവശ്യം നല്ലോണം മുല്ല ഇതുണ്ട്. അതുപോലെ തന്നെ റോസിലൊക്കെ നിറച്ച് മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല നാടൻ റോസാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറേ പേര് കൊമ്പ് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഈ ഒരു സാധനമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം അവസാനമാവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് സ്കൂളിൽ നിന്ന് തൈ കിട്ടാറില്ലേ, അങ്ങനെ കിട്ടിയൊരു തൈയാണ് കേട്ടോ. എൻ്റെ മോന് മൂത്താൾക്ക് കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു തൈ. ആന്തച്ചക്കയല്ല, സീതപ്പഴം. ആന്തച്ചക്കയുടെ തന്നെ ചെറുതൊരെണ്ണല്ലേ. എനിക്ക് ഈ സത്യം പറഞ്ഞ ഈ സാധനം എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പക്ഷേ മോന് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് ഇതേപോലെ ഒരു കായ ഇതിലുണ്ടായെന്ന് പറയുമ്പോൾ പ്രത്യേക സന്തോഷം തന്നെയല്ലേ. മക്കൾക്കായുള്ളത് എനിക്കും അതെ, കാണുന്നവർക്കൊക്കെ ഒരു സന്തോഷം തന്നെയാണല്ലേ. അപ്പോൾ അങ്ങനെ മോൻ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നൊരു തൈയായിരുന്നു കേട്ടോ. അതിലിപ്പോൾ 2 സീതപ്പഴം ഉണ്ടായിട്ടുണ്ട്. കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ആ വെയിലിൻ്റെ സമയത്തായിരുന്നു ഇത് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഒക്കെ ഉണങ്ങി അങ്ങോട്ട് പോകുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം ഓടി പോന്നു. മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ്റെ മസാലയൊക്കെ എന്നും ഡെയിലി കാണിക്കുന്നില്ലേ, അപ്പോൾ അതാണ് കേട്ടോ ഇന്നൊന്ന് കാണിക്കാണ്ടിരുന്നത്. അങ്ങനെ മസാലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് അവിടെ തിളച്ചതിന് ശേഷം ചിക്കനിൽ ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കനും കൂടെ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നാളെയെങ്കിലും കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.